ഹായ്, സുഖല്ലേ എല്ലാവർക്കും? ഇന്ന് ഞാനൊരു സ്പെഷ്യൽ പൊടിത്തൂവലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അരിമണി വറുത്തിട്ട പൊടിത്തൂവൽ. ഇതിങ്ങനെ കഴിക്കാൻ എന്തൊരു സുഖമാണെന്ന് അറിയോ? കറുമുറാന്നിരിക്കും. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണോ? നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വരും, നമുക്ക് നോക്കാം എന്താ വേണ്ടതെന്ന്. ഒരു 3 സ്പൂൺ പുഴുങ്ങലരി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ. ഈ പുഴുങ്ങലരി നന്നായിട്ട് മലര് പോലെ നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം വറുത്തെടുക്കാം കേട്ടോളൂ. ബട്ട് എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ ചക്കക്കാലമായി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന ഒരു വിഭവമായിരുന്നു കേട്ടോ ഈ അരിമണി വറുത്തിട്ട ചക്ക പൊടിത്തൂവൽ. എൻ്റെ അച്ഛന് വളരെ ഇഷ്ടമായിരുന്നു ഇത്. അപ്പോൾ അത് കാരണം എനിക്ക് ഉണ്ടാക്കാനും നല്ല ഇഷ്ടമാണ്. എനിക്കിപ്പോൾ ഇവിടെ മഹാരാഷ്ട്ര ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഇവിടെ നല്ല നാട്ടിലത്തെ പോലത്തെ ചക്കയൊന്നും കിട്ടിയില്ല കേട്ടോ. ഒരു ചെറിയ കഷ്ണം ചക്കയാണ് കിട്ടിയത്. അപ്പോൾ ആ ചക്ക വെച്ചിട്ടാണ് ഞാനിതിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചക്ക നന്നായിട്ട് കഴുകിയെടുത്തു. മാർക്കറ്റിൽ നിന്ന് തന്നെ എനിക്കിത് അതുപോലെ മുറിച്ച് കിട്ടി. അപ്പോൾ ഞാൻ പിന്നെ അതിലൊരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇത് നമുക്ക് കുക്കറിൽ വേവിക്കാൻ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഉപ്പിട്ടിട്ടില്ല, എനിക്കറിയില്ല ഈ ചക്കയുടെ വേവ് എങ്ങനെയാണെന്ന്. അത് കാരണം ഞാൻ ഇതിൽ ഉപ്പിട്ടിട്ടില്ല. നാട്ടിലത്തേലാണെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല ചക്ക കിട്ടുമല്ലോ, ഇവിടെ അത്ര നല്ല ചക്ക കിട്ടില്ല. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഉള്ളി വേണം, പിന്നെ കുറച്ച് വറ്റൽമുളക് വേണം കേട്ടോ, വറമുളക്. അപ്പോൾ ചെറിയ ഉള്ളിയാണ് ബെസ്റ്റ്. അപ്പോൾ ഞാൻ അതില്ലാത്തതുകൊണ്ട് ഞാൻ സവാള എടുത്തതാണ് കേട്ടോ. അപ്പോൾ സവാളയും പിന്നെ കുറച്ച് 5-6 വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. നമുക്ക് വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് ഇതിൽ വേണമെങ്കിൽ 1-2 വെളുത്തുള്ളി ഇടാം. പക്ഷെ ഞങ്ങൾ വെളുത്തുള്ളി ഇടാറില്ല, അതുകൊണ്ട് ഞാൻ ഇതിലിട്ടിട്ടില്ല കേട്ടോ. ഇനി ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് ചതച്ച് കോരി എടുക്കാം. ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ട് നമുക്ക് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഒരു ചെറിയ ബൗളിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. നല്ല തൈരും ചോറും മുളക് വറുത്ത പുളിയും ഈ അരിമണി വറുത്തിട്ട് പൊടിത്തുവലും കൂടി ഒന്ന് കഴിച്ചു നോക്കൂ കേട്ടോ. എന്നിട്ട് പറയും നിങ്ങൾക്ക് ഇഷ്ടമായോ ആ ടേസ്റ്റ് എന്ന്. ഇങ്ങനെ കറുമുറാന്നിരിക്കും. എന്തൊരു രസമുള്ള ഉപ്പേരിയാണെന്നറിയോ. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നാട്ടിൽ ചക്ക കിട്ടാൻ വലിയ പാടൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഇതാ ഈ ചക്കയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് തോരനൊക്കെ പൊടിക്കില്ലേ, അതുപോലെ ഇതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. നാട്ടിലത്തെ മാതിരി ഇങ്ങനെ ഭയങ്കര സെപ്പറേറ്റ് ആയിട്ടൊന്നും കിട്ടുന്നില്ല. ഇവിടുത്തെ ചക്ക ഇങ്ങനെയാണ് പൊടിക്കുമ്പോൾ കിട്ടുന്നത്. പക്ഷെ നല്ല ടേസ്റ്റുള്ള ചക്കയായിരുന്നു. ഇനി നമുക്കിത് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ കുറച്ച് സാധനമേ വേണ്ടൂ. ഇനി വേണ്ടത് കുറച്ച് നാളികേരം ചെരുവേത് വേണം, കുറച്ച് ഉഴുന്നുപരിപ്പ്, പിന്നെ കുറച്ച് കടുക്, പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയല്ലേ ഞാൻ എടുത്തിട്ടുള്ളൂ. നോക്കൂ, ഒരു വലിയൊരു സ്പൂൺ വെളിച്ചെണ്ണയേ ഉള്ളൂ ഇതിൽ. പക്ഷേ വെളിച്ചെണ്ണ കൊണ്ട് തന്നെ ഉണ്ടാക്കണേ. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മുടെ കടുകും ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് പൊട്ടിക്കാട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. നമ്മൾ ചതച്ച് വെച്ചിരിക്കണം നമ്മളുടെ മറ്റേ ഉള്ളിയും മുളകും ചതച്ചില്ലേ, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം കേട്ടോളൂ. അപ്പോൾ നമുക്ക് അത് പൊട്ടിക്കാം. ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം കേട്ടോളൂ. ഇത് മണമെന്നറിയോ, ഇത് മൂത്ത് വരുമ്പോൾ വെളിച്ചെണ്ണയിൽ. ഇനി നമുക്ക് കറിവേപ്പില ഇഷ്ടമുള്ളൂ കേട്ടോ. നമുക്ക് എന്ത് ഭംഗിയത് എടുക്കുമ്പോൾ തന്നെ നല്ല പച്ച കളറിലല്ല, നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ കറിവേപ്പില ഇട്ടു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തി കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചക്ക വേവിക്കുമ്പോൾ അതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഇതിൽ ഉപ്പ് ചേർത്തിയത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചെറിയ നാളികേരം കൂടി ചേർത്തി കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കണ ക്വാണ്ടിറ്റി എത്രയാണോ അതിനനുസരിച്ചിട്ട് തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു അരമുറയുടെ താഴെ അത്രയും തേങ്ങ ഞാൻ ഇതിലേക്ക് ചേർത്തിയിട്ടുണ്ട്. കുറച്ച് ചക്ക ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിനുശേഷം നമ്മൾ ഈ ചക്ക വേവിച്ച് പൊടിച്ച് വെച്ചത് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. കുറച്ച് നേരം ഇതുപോലെ ഇളക്കി കൊടുക്കണം. അതിലത്തെ വെള്ളമയമൊക്കെ ഉണ്ടെങ്കിൽ പോയി നമ്മളുടെ ഉപ്പും മസാലയൊക്കെ അതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരട്ടെ കേട്ടോ. ഇപ്പോൾ അത് നന്നായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർത്തി കൊടുക്കുക. നമ്മൾ അരി വറുത്ത് വെച്ചത് ഓർമ്മയില്ലേ, ആ അരി വറുത്തത് കൂടി ചേർത്തി കൊടുക്കുക. നോക്കൂ, ഇത് ചൂടോടെ ഉണ്ടാക്കി നിങ്ങൾ ഇപ്പോൾ തന്നെ ഊണ് കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇട്ടോളൂ. അത് നമുക്ക് അരി കറുമുറാന്ന് കടിക്കാൻ കിട്ടണം. അതെല്ലാം നിങ്ങൾ രാവിലെ ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുക, അരി വറുത്ത് അങ്ങനെ ഇടരുത് കേട്ടോ. അപ്പോൾ അരി വറുത്തൊരു ഡബ്ബയിൽ ഇട്ട് വെച്ചോളൂ. നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ഉപ്പേരി ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ അരി വറുത്ത് ഇട്ടിട്ട് വേണം കേട്ടോ കഴിക്കാൻ. അല്ലാണ്ട് അരി വറുത്ത് ഇട്ടതും അങ്ങനെ ഊണ് കഴിക്കുകയാണെങ്കിൽ ഓക്കെ. അതല്ലാതെ നമ്മൾ പപ്പടം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ തണുത്ത് പോവില്ലേ, അതുപോലെ ആവരുത്. അപ്പോൾ ചൂടോടെ കഴിക്കണം. ഇത് ചൂടോടെ വേണം ഈ അരിമണി അതിൻ്റെ മേലെ ഇടാൻ. അപ്പോഴാണ് ആ മുരുമുരാന്ന് നമുക്ക് കഴിക്കാൻ നല്ല രസം ഉണ്ടാവുക. ഞാൻ പറഞ്ഞല്ലോ, നല്ല മുളക് വറുത്ത പുളി, തൈരും ചോറും ഈ അരിമണി വറുത്തിട്ട് പൊടിത്തൂവലും. ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ നല്ലൊരു തേങ്ങ ചമ്മന്തിയോ ഒക്കെ ഉണ്ടെങ്കിലില്ലേ, അന്നത്തെ ഊണ് കുശാലായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാറുള്ളവരെന്തായാലും കമൻറ്റ് ചെയ്യൂ. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.